നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. സ്വർഗോന്നതങ്ങളിൽ സെറാഫുകൾ പരിശുദ്ധൻ 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 എന്ന് ആർത്തുപാടി സ്തുതിക്കുന്ന ആരാധനയ്ക്കും സ്തുതികൾക്കും യോഗ്യനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ലോക്ക്ഡൌൺ നാളുകളിൽ നിന്റെ കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇപ്രകാരം ആരാധന കൂടുവാൻ ഒരുക്കുന്ന മുഖാന്തരങ്ങൾക്കായി നിന്നെ സ്തുതിക്കുന്നു. പിതാവേ, നിന്റെ സ്വർഗീയമായ സാന്നിധ്യവും അനുഗ്രഹവും ആരാധനയിൽ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ആത്മീയമായി ഞങ്ങളെ പുതുക്കുകയും നിന്റെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഭവനങ്ങളെ, ഞങ്ങളുടെ കൂടിവരവുകളെ, ഞങ്ങളുടെ ശുശ്രൂഷകളെ സ്വർഗീയ പിതാവ് അനുഗ്രഹമാക്കി തീർക്കണമേ. ആലയത്തോടും ആരാധനയോടുമുള്ള മമത കുറഞ്ഞു പോകാതെ ദൈവകൃപയിൽ ജീവിക്കുവാൻ, പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ, പ്രതിസന്ധികൾ അതിജീവിക്കുവാൻ ദൈവകൃപ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. നാഥന്റെ കരങ്ങളിലേക്ക് ആരാധനയെയും ഇതിൽ സംബന്ധിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും താഴ്ത്തി പരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ നീ ക്ഷമിക്കുകയും നിന്റെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണം. മഹത്വം നാഥ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ഏൽപ്പിക്കുന്നു. രക്ഷകനായ യേശുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന്റെ സ്തുതിക്കും പുകഴ്ചയ്ക്കുമായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് 186 ഗീതം ചേർന്ന് പാടാം. ഗീതം 186. വരിക വരിക എൻ പ്രിയ, വന്നെൻ ദുരിതം മാറ്റുക നാഥനേ. പാരിടത്തിൽ മനുഷ്യാവതാരം ചെയ്തോരേശുവേ, പാരം പരിശ്രമപ്പെടുന്നേ. പാരം പരിശ്രമപ്പെടുന്നേ. വരിക വരിക എൻ പ്രിയ, വന്നെൻ ദുരിതം മാറ്റുക നാഥനേ. ഒന്നിനെ വേഗം വന്നു എൻ വെന്തുരുകും മരം
എൻ പ്രിയ പൊന്നൻ ദുരിതം മാറ്റുക നാഥനേ. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇതേ യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ ധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ആരാധനയ്ക്കും സ്തുതികൾക്കും യോഗ്യനായ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹിമപ്പെടുത്താം. നാലാമത്തെ സ്തുതിത്താനെ നമുക്ക് ചേർന്ന് ചൊല്ലാം. നിന്റെ ശക്തിയാലും ജ്ഞാനത്താലും സകലത്തെയും സൃഷ്ടിക്കുകയും ഞങ്ങളുടെ രക്ഷിതാവായിരിക്കാൻ നിന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകുവാൻ തക്കവിധം ലോകത്തെ സ്നേഹിക്കുകയും ചെയ്ത പിതാവായ ദൈവമേ, നിനക്ക് സ്തുതിയുണ്ടാകട്ടെ. പാപം ഒഴികെ സകലത്തിലും ഞങ്ങൾക്ക് തുല്യനായി തീർന്നവനും ഞങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും ഞങ്ങളുടെ നീതീകരണത്തിനായി ഏൽപ്പിക്കപ്പെടുകയും ചെയ്ത പുത്രനായ ദൈവമേ, നിനക്ക് സ്തുതിയുണ്ടാകട്ടെ. സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തുകയും ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, നിനക്ക് സ്തുതിയുണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവമേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും സ്തുതിയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശബ്ദസമയം ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുന്നതിരിക്കുന്നവയിലേക്ക് തിരിക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കും. സത്യം നമ്മിലില്ലാതെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയിൽ പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവിധം വിശ്വസ്തനും നീതിമാനും ആകും. ആകയാൽ അനുതാപ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. സകല ഹൃദയങ്ങളെയും അറിയുന്നവന്റെ മുൻപാകെ സകലവും തെളിവായിരിക്കുന്നവന്റെ സന്നിധി നമ്മുടെ കുറവുകളെ കുറിച്ച് അനുദപിച്ച്, കർത്താവേ, എന്നെ നിന്റെ മകനായി മകളായി മുദ്രയിട്ട് കൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനുതാപ ഹൃദയത്തോടെ അനുതാപ പ്രാർത്ഥനയിൽ രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല.
ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവും ഏകരക്ഷകനുമായ യേശുമശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ തിരുവചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, നമുക്കിപ്പോൾ ഇന്നത്തേക്കുള്ള തിരുവചന വേദപാഠഭാഗങ്ങൾ വായിച്ച് കേൾക്കാം. ഈ വിശുദ്ധ ദിവസത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളിച്ചെയ്തത്, എൻ്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് ഇരുന്നതുപോലെ നിന്നോടുകൂടി ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഇവിടെ 1-ാം പാഠം വായിച്ച് അവസാനിക്കുന്നു. ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 18 1 മുതൽ 6 വരെയും 20 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കെണികളും എന്നെ തുടർന്നു പിടിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവ എൻ്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി. എൻ്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു, എൻ്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല. അവൻ്റെ വിധികളൊക്കെയും എൻ്റെ മുമ്പിലുണ്ട്. അവൻ്റെ ചട്ടങ്ങളെ ഞാൻ വിട്ടു നടന്നിട്ടുമില്ല. ഞാൻ അവൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരുന്നു. അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. യഹോവ എൻ്റെ നീതിപ്രകാരവും അവൻ്റെ കാഴ്ചയിൽ എൻ്റെ കൈകൾക്കുള്ള
വെടിപ്പിൻ പ്രകാരവും എനിക്ക് പകരം നൽകി. ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവരെ നീ താഴ്ത്തും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്. തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു. ഇതാണ് പുത്രൻ. Today's second lesson is taken from the book of 2 Corinthians chapter 5 verses 16 to chapter 6 verses 10. 2 Corinthians chapter 5 verses 16 to chapter 6 verses 10. No longer then do we judge anyone by human standards, even if at one time we judged Christ according to human standards, we no longer do so. When anyone is joined to Christ, he is a new being. The old one is gone, the new has come. All this is done by God, who through Christ changed us from enemies into his friends, and gave us the task of making others his friends also. Our message is that God was making all mankind his friends through Christ. God did not keep an account of their sins, and he has given us the message which tells how he makes them his friends. Here we are, then, speaking for Christ as through God himself were making his appeal through us. We plead on Christ's behalf. Let God change you from enemies into his friends. Christ was without sin, but for our sake God made him share our sin in order that in union with him we might share the righteousness of God. In our work together with God, then we beg you who had received God's grace not to let it be wasted. Hear what God says. When the time came for me to show you favor, I heard you. When the day arrived for me to save you, I helped you. Listen, this is the hour to receive God's favor. Today is the day to be saved. We do not want anyone to find fault with our work, so we try not to put obstacles in anyone's way. Instead, in everything we do, we show that we are God's servants by patiently enduring troubles, hardships, and difficulties. We have been beaten, imprisoned, and mobbed. We have been overworked and have gone without sleep or food. By our purity, knowledge, patience, and kindness, we have shown ourselves to be God's servant by the Holy Spirit, by our true love, by a message of truth, and by the power of God. We have righteousness as our weapon, both to attack and to defend ourselves. We are honored and disgraced. We are insulted and praised. We are treated as liars, yet we speak the truth. As unknown, yet we are known by all. As though we are dead, but as you see, we live on. Although punished, we are not killed. Although saddened, we are always glad. We seem poor, but we make many people rich. We seem to have nothing, yet we really possess everything. Here ends the second lesson. ഈ വിശുദ്ധ ആരാധനയിൽ വായിക്കാനുള്ള സുവിശേഷ വേദപാഠഭാഗം വിശുദ്ധ മാർക്കോസ് എഴുതിയ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള ദൈവവചനം കേൾക്കുവിൻ. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള ദൈവവചനം. അനന്തരം യേശു 12 അടുക്കെ വിളിച്ചു അവരെ ഈ രണ്ടായി അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു.
അവർ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത്. അപ്പവും പൊക്കണവും മടിശീലയിൽ കാശും അരുത്. ചെരുപ്പ് ഇട്ടുകൊള്ളാം. 2 വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ വിട്ട് പുറപ്പെടുവോളം അതിൽ തന്നെ പാർക്കുവിൻ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടെ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞു കളയുമെന്നും അവരോട് പറഞ്ഞു. അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടേണമെന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾ എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. ഇവിടെ വിശുദ്ധ സുവിശേഷ പാഠഭാഗം വായിച്ചവസാനിക്കുന്നു. ക്രിസ്തുവേ നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഇപ്പോൾ തിരുവചന ധ്യാനത്തിനായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ 114-ാമത്തെ ഗീതം ചേർന്ന് പാടാം. ഗീതം 114. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഓരോ നാളും കൃപയാ ഞങ്ങളെ പരിപാലിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഈ പ്രതികൂല നാളുകളിലും നിന്റെ വചനത്താൽ ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും പ്രത്യാശ ഞങ്ങളെ നിലനിർത്തുകയും നിന്റെ നാമത്തിൽ മുന്നോട്ട് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് ഇതാ ഞങ്ങളെ സമ്പൂർണമായി ഭരമേൽപ്പിക്കുന്നു. രക്ഷകനും കർത്താവുമായ യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള ദൈവമക്കളെ,
സകലത്തിന്റെയും സൃഷ്ടാവും പരിപാലകനും നിയന്താവുമായ ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കും. കോവിഡ്-19 പശ്ചാത്തലത്തിൽ നമ്മളൊക്കെ ഭവനങ്ങളായിരുന്നുകൊണ്ട് ഈ ആരാധനയിൽ സംബന്ധിക്കും. ദൈവാലയത്തിൽ വരുവാൻ സാധിക്കാതെ പോകുന്നവരും ദൈവാലയത്തോടും ആരാധനയോടുമുള്ള താല്പര്യം കുറഞ്ഞു പോകാതെ യേശു പറയുന്ന പോലെ ആലയത്തെ കുറിച്ച് എരിവുകൊണ്ട് ഞാൻ ജീവിക്കും എന്ന് പറയും. അതിന് ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ദൈവിക ശുശ്രൂഷകൾക്ക് ഒരു തുടർച്ചയുണ്ട്. അതായത് ദൈവം അവന്റെ തുടർ ശുശ്രൂഷ പല വ്യക്തികളിലൂടെ നിരന്തരമായി നടത്തിക്കൊണ്ടേയിരിക്കുന്നു. Change is essential, but continuity is also necessary. മാറ്റങ്ങൾ അനിവാര്യമാണ്, ഒഴിവാക്കപ്പെടാനാവാത്തതാണ്. പക്ഷെ തുടർച്ചയുണ്ടാകണം. ഓരോന്നും മറ്റൊന്നിന്റെ തുടർച്ചയായി, അവസാനമായി, ആരംഭമായി അങ്ങനെ നടക്കും. ദൈവമാണത് നിയന്ത്രിക്കുന്നത്. ദൈവത്തിന്റെ പരമാധികാര പരിധിയിൽപ്പെടുന്ന കാര്യമാണ് ആ നിയന്ത്രണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചന വേദപുസ്തക ഭാഗത്ത് പ്രഗത്ഭനായ മോശയ്ക്ക് ശേഷം മോശയുടെ ശുശ്രൂഷകനായ യോശുവയെ യഹോവ നിയോഗം ഏൽപ്പിക്കുന്നതാണ് ചരിത്രവും വേദപാഠവും പശ്ചാത്തലം. ഒരു തുടർച്ചയുണ്ട്. മോശ മരിച്ചു. യഹോവയുടെ ദാസനായ മോശ മരിച്ചു. അതോടുകൂടി ഒന്നും അവസാനിക്കുന്നില്ല. ദൈവിക ശുശ്രൂഷകൾ തുടർച്ചയുള്ളതാണ്. ദൈവികമായ ശുശ്രൂഷകൾ തുടർച്ചയുള്ളതാണ്. മോശ മരിച്ചു, അതോടുകൂടി ഒന്നും അവസാനിക്കുന്നില്ല. അതിനുശേഷം മോശ വളർത്തിയെടുത്ത ഒരാൾ ആ നിയോഗം ഏറ്റെടുക്കുന്നു, യോശുവ. സ്വാഭാവികമായ മനുഷ്യന്റെ ധാരണയാണ്, എന്നോടുകൂടി എല്ലാം തീരുന്നു, എനിക്ക് ശേഷം പ്രളയം ഇല്ല, ഒന്നും തീരുന്നില്ല. നമുക്ക് ശേഷം ഇത് ആരംഭിച്ചുകൊണ്ടേയിരിക്കുന്നു, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. പിന്നീട് വരുന്നത് എലീശായാണ്. അതിന് വിരട്ടി ശക്തിയോടുകൂടി എലീശ ഇതാ കടന്നു. അങ്ങനെ വേദപുസ്തക ചരിത്രത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. യോഹന്നാൻ സ്നാപകന്റെ ശിരസ്സറുത്തു. ശുശ്രൂഷ അവസാനിക്കുന്നില്ല. ഇതാ അതിന് പ്രഗത്ഭനായി, കരുത്തനായി ക്രിസ്തു രംഗപ്രവേശം ചെയ്യുന്നു. ദൈവിക ശുശ്രൂഷകൾക്ക് തുടർച്ചയുണ്ട്, ഒന്നും അവസാനിക്കുന്നില്ല. ഏതെങ്കിലുമൊക്കെ മുഖാന്തരങ്ങളിലൂടെ ദൈവം അതിനെ നടത്തിക്കൊണ്ടേയിരിക്കും. കാരണം ദൈവമാണ് ഈ ഉലകിനെ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ നാളുകളിൽ നമ്മളൊക്കെ മാനസികമായി ഞെരുക്കപ്പെടുകയാണ്. ആകുലതയാണ്, ആകാംക്ഷയാണ്, ആശങ്കയാണ്. എന്ത് ചെയ്യണമെന്നുള്ള ആശങ്ക. പലരും സുരക്ഷിതമായ താവളങ്ങളിലേക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടി ഓടുന്ന കാഴ്ച ചുറ്റുപാടുകളിലും. ആശങ്കയിലാണ് ജനമൊക്കെ. ആ സാഹചര്യം അങ്ങനെയാണ്. എങ്കിലും
നമുക്കുള്ള ഉറപ്പ് ദൈവം ഇതിനെ നിയന്ത്രിക്കും എന്നുള്ളത് തന്നെയാണ്. മോശയ്ക്ക് ശേഷം ഇതാ തുടർച്ചയായി ഒരു യോശുവ വരുന്നുണ്ട്, ചരിത്രത്തിൽ അതിനെ നേർവഴിക്ക് നയിക്കാനായി. യോശുവയെ യഹോവയായ ദൈവമാണ് ദൗത്യം ഏൽപ്പിക്കുക. ഉത്തരവാദിത്വങ്ങളുണ്ട്, ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മളൊക്കെയും വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങളുമായി ഉത്തരവാദിത്വങ്ങളുമായി ഈ ഭൂമുഖത്തേക്ക് അയക്കപ്പെട്ടവരാണ്. നമുക്ക് നിയോഗങ്ങളുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസം, നമ്മുടെ ജീവിതവും, നമ്മുടെ മാതൃകകളും, നമ്മുടെ സംസാര ഇടപാടുകളുമൊക്കെ ഒട്ടേറെ പേരെ സ്വാധീനിക്കുന്നുണ്ട്. നല്ല സ്വാധീനമാണ് നമുക്ക് ആവശ്യം, ദുസ്വാധീനങ്ങളല്ല. അതുകൊണ്ട് നന്നായി മറ്റുള്ളവരെ സ്വാധീനിക്കാൻ പാകത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് യോശുവയെ നിയോഗിക്കുന്നതിലൂടെ യഹോവയായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകും. യോശുവയെ നിയോഗിക്കുമ്പോൾ യഹോവയെ ദൈവം കൊടുക്കുന്ന ഉറപ്പുകൾ വളരെ പ്രസക്തമാണ്. ശക്തമായ ദൈവത്തിന്റെ ശബ്ദമാണ്. ഈ നാളുകളിലും അത് പ്രസക്തം. എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ദൈവത്തിന്റെ വാക്കാണ്, ദൈവത്തിന്റെ ശബ്ദമാണ്, ദൈവത്തിന്റെ ഇടപാടാണ്. ഏദൻ തോട്ടത്തിൽ ആദാമിനോടുകൂടി ആരംഭിച്ച ആ സൗഹൃദം, ആ കൂട്ടായ്മ, ആ നടത്തിപ്പ് കാലം എത്ര പിന്നിട്ട് പോയാലും തന്നെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളോടുകൂടി ദൈവം അത് കാത്തു സൂക്ഷിക്കുന്നു. 5-ാമത്തെ വാക്യത്തിൽ ആ ദൗത്യം ഏറ്റെടുക്കുവാൻ യോശുവയെ ദൈവം ശക്തീകരിക്കുന്നത് ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ, പ്രതികൂലങ്ങൾ അതിജീവിക്കുവാൻ, ജനതയെ നയിക്കുവാൻ, ജനങ്ങൾ ചിതറിപ്പോകാതെ സൂക്ഷിക്കപ്പെടുവാൻ യഹോവയായ ദൈവം യോശുവയെ നിയോഗിക്കുന്നത് ഒത്തിരി ധൈര്യം പകരുന്ന വാക്കുകൾ നൽകിക്കൊണ്ടാണ്. വാക്യം 5, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടി ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. ദൈവത്തിന്റെ ശബ്ദമാണ്. 6-ാം വാക്യം പറയുന്നു, ഉറപ്പുള്ളവനാകുക, ധൈര്യമുള്ളവനായിരിക്കുക. എന്തോരം ദൈവത്തിന്റെ ശബ്ദമാണ്, ദൈവത്തിന്റെ ശബ്ദമാണ്. ഇത് ദൈവം പറയുന്നതായിട്ട് നാം മനസ്സിലാക്കുക. ഞാൻ മോശയോട് കൂടി ഇരുന്നതുപോലെ, മോശ മരിച്ചു, മോശ ഞങ്ങൾ നടത്തിയോ അതുപോലെ നിന്നോട് കൂടെ നമ്മോട് കൂടെയും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഞാൻ നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനാകുക. ഈ നാളുകളിൽ നമുക്ക് ഉറപ്പ് നഷ്ടപ്പെടുന്നു, ധൈര്യം ക്ഷയിക്കുന്നു, വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നു, ആകെപ്പെടെ അസ്വസ്ഥരായി തീരുന്ന ചുറ്റുപാട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മോശയോടും യോശുവയോടും മറ്റനേകരോടും ദൈവം പറഞ്ഞ വാക്ക് ഇന്നും അർത്ഥസമ്പുഷ്ടമാണ്. ഭയപ്പെടേണ്ട, അവരോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഞാനിരിക്കും. നമ്മോട് കൂടെയും ദൈവമുണ്ട്. ഈ പ്രതികൂലങ്ങൾ മാറിപ്പോകും, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് തിരുവചനത്തിലൂടെ ചെയ്യുന്നത്. നമുക്ക് ഉത്തരവാദിത്വങ്ങളുണ്ട്, നമുക്ക് കടമകളുണ്ട്, നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം ഭരമേൽപ്പിച്ചിട്ടുണ്ട്. 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണത്തൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് ഉറപ്പുമുള്ളവനുമായിട്ട് ധൈര്യമുള്ളവനായിട്ട് ഇരിക്കുക. നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട്
ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവിക അനുഗ്രഹങ്ങളും നന്മകളുമൊക്കെ ഒരു വിലയുമില്ലാതെ ലഭിക്കുന്നതല്ല. അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്, ഡിമാൻഡുകളുണ്ട്. പറയുന്നത് ഇങ്ങനെയാണ്: മോശയോട് പറഞ്ഞ ന്യായപ്രമാണം, ദൈവത്തിന്റെ കൽപ്പനകൾ, ദൈവത്തിന്റെ ഉപദേശങ്ങൾ, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുതെന്ന നിർദ്ദേശങ്ങൾ നാം പാലിക്കേണ്ടതായിട്ട് ഉണ്ട്. അങ്ങനെ നാം പാലിക്കുന്നു എങ്കിൽ നമുക്ക് നന്മയുണ്ടാകും. ഈ നാളുകളൊക്കെയും നാം പാലിക്കേണ്ടുന്നത് കുറെ നിർദ്ദേശങ്ങളും മര്യാദകളും ഒക്കെയാണ്. അതിനെ പാലിച്ചേ മതിയാകും, അതിനെ മാനിച്ചേ മതിയാകും, അതിനെ അനുസരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തേ മതിയാകും. അല്ല എങ്കിൽ ജീവൻ അപകടത്തിലായിത്തീരും. ജീവൻ നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് നാം ഓരോരുത്തരും. അവിടെ നിർദ്ദേശങ്ങളും ആലോചനകളുമൊക്കെ നാം പാലിക്കേണ്ടിയിരിക്കും. ദൈവം പറയുന്നത്, ആ നിർദ്ദേശങ്ങൾ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നിർദ്ദേശങ്ങളും ദൈവികമായ ആലോചനകളും ഉപദേശങ്ങളും ഒക്കെ നമുക്ക് തോന്നുന്നത് പോലെ മാറ്റാനോ മറിക്കാനുള്ളതല്ല. അതുപോലെ മാനിക്കപ്പെടുമ്പോൾ ദൈവം നമുക്ക് നന്മ തരുമെന്ന് പറയുകയാണ്. 8-ാമത്തെ ഭാഗത്ത് അവസാനങ്ങൾ പറയുന്നു: എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിത്തീരും. ദൈവത്തോട് കടപ്പാട്, ദൈവികമായ ആലോചനകളോട്, ഉപദേശങ്ങളോട്, നിർദ്ദേശങ്ങളോട് നമുക്ക് മുഖം ധരിക്കുവാൻ സാധ്യമാണ്. അതിനെ പാലിക്കണം, അംഗീകരിക്കണം, ആദരിക്കണം. ജീവിതത്തിൽ അതിനെ പ്രാവർത്തികമാക്കുവാനായിട്ടും ശ്രമിക്കേണ്ടിയിരിക്കുന്നു. വാക്യം 9 യോശുവയോട് യഹോവയെ ദൈവം ഇങ്ങനെ പറയുന്നു: നിന്റെ ദൈവമായ യഹോവ നീ പോകുന്ന ഇടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു. ദൈവത്തിന്റെ കൽപ്പന. നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഞാൻ ഉണ്ടാകും. ദൈവികമായ വാഗ്ദാനമാണ്, ദൈവികമായ ഉറപ്പാണ്. കാരണം ദൈവമക്കൾ ആരും നഷ്ടപ്പെട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമല്ല, മറിച്ച് നമ്മളൊക്കെ രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം. ഇവിടെ പറയുന്നത്, നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഞാൻ ഉള്ളത് കൊണ്ട് ധൈര്യമുള്ളവനാകുക. അവരെ നടത്തിയ ഒരു ദൈവം ഇന്നുമുണ്ട്. ആ ദൈവത്തെ ശക്തി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം. ഈ പ്രതികൂല നാളുകൾ, ഈ പ്രയാസ നാളുകൾ, ഈ പാൻഡമിക് സിറ്റുവേഷൻ, ഈ COVID-19 പ്രശ്നങ്ങളൊക്കെയും നമ്മെ അലട്ടുമ്പോൾ, ഞെരുക്കുമ്പോൾ, സങ്കടപ്പെടുത്തുമ്പോൾ, ആകുലമാക്കുമ്പോൾ ഓർക്കുക, മോശയെ നടത്തിയ, യോശുവയെ നടത്തിയ, തുടർന്ന് വന്ന അനേകം ഭക്തന്മാരെ നടത്തിയ, നമ്മെയും നമ്മുടെ പിതാക്കന്മാർ നടത്തിയ ഒരു ദൈവം ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട. ഞാൻ നിന്നോട് കൂടിയുണ്ട്, നീ പോകുന്നിടത്തൊക്കെ നിന്നോടുകൂടി ഞാൻ ഉണ്ടാകും. ഉറപ്പുള്ളവനാകുക, ധൈര്യമുള്ളവനാകുക. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ദൈവത്തിന്റെ ശബ്ദത്തിന് കാതുകൊടുക്കുക. ദൈവം പറയുന്ന കാര്യങ്ങളെ അനുസരിക്കുക, ദൈവത്തോട് കൂടെ ജീവിക്കുക. നമ്മുടെ ജീവിതം സുരക്ഷിതമാകട്ടെ, ചുറ്റുപാടുകൾ ശാന്തമാകട്ടെ, പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ, ജീവിതം സന്തോഷപൂർണ്ണമാകട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മെ ഇന്നും എല്ലായ്പ്പോഴും ഒരുപോലെ ബലപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ പരിശുദ്ധമായ വചനം ശ്രവിച്ച് നമുക്ക് നമ്മുടെ വിശ്വാസം ചേർന്ന് ഉറക്കെ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിലൂടെ: സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനെ ഉത്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചിരുന്നവനെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് വണക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളോട് കൂടെയും. ഈ വിശുദ്ധ ആരാധനയിലേക്കുള്ള പ്രത്യേക അപേക്ഷ. സർവശക്തനായ ദൈവമേ, ഉറപ്പോടും ധൈര്യത്തോടും കൂടെ നിൽക്കുവാനും അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാനും നീ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നുവല്ലോ. ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാകുന്നതിന് ഭയപ്പെടാതിരിക്കുവാനും നിരുത്സാഹപ്പെടാതിരിക്കുവാനും ഇടയാക്കേണമേ. അങ്ങനെ പുറപ്പെട്ടു പോവുകയും മാനസാന്തരപ്പെടുവൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവനെന്ന് പ്രഘോഷിക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിനു വേണ്ടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സകല വിശുദ്ധയാഗ്രഹങ്ങളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങൾ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിപ്പാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാരായ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കൃപയ്ക്കു വേണ്ടി നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. സർവശക്തനായ ദൈവകർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ ഇവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിനും പാലിക്കപ്പെടേണ്ടത് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിൽ നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന കൈകളിൽ നടന്ന് ശുദ്ധീകരിച്ച് ഭരിക്കാൻ ഇഷ്ടം തോന്നേണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയായി നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് ഒരുങ്ങാം. നമുക്ക് വേണ്ടിയും സകല ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് മധ്യസ്ഥാനം പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളിൽ ഒരുക്കുവാൻ ആത്മീയഗീതങ്ങൾ രണ്ടാമത്തെ പാട്ട് എന്നുള്ളമേ സ്തുതിക്കുക നീ ആരംഭിക്കുന്ന ആത്മീയഗീതങ്ങൾ രണ്ടാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. Amen.
ഉണക്കാം. നമ്മുടെ വിവിധ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈ ദിവസത്തിന്റെ പ്രത്യേക ഈ നല്ല സമയത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വിധങ്ങളുടെ ആവശ്യങ്ങളുമായി തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. കർത്താവെ, അവിടെ നിന്നെല്ലാം അറിയുന്നല്ലോ. ഞങ്ങളുടെ വ്യക്തിപരമായ കുടുംബപര ആവശ്യങ്ങൾ അറിയുന്നു. ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. സഭയിലെ പ്രത്യേകിച്ച് സുഖമില്ലായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. നീ അവർക്ക് സൗഖ്യം കൊടുക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വീടുകളിലായി ഹോസ്പിറ്റലിൽ കഴിയുന്നവരൊക്കെയും സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ ഓർക്കും, പ്രത്യേകിച്ച് ദൂരദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. വളരെ പ്രതികൂല സാഹചര്യങ്ങൾ അവരൊക്കെ ആയിരിക്കുന്ന കർത്താവെങ്കിൽ അവരെ സൂക്ഷിക്കണമേ, അവിടുത്തെ ചെറുകടയിൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡ് മേഖലകളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. കർത്താവരെ പ്രത്യേകമായി സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുട്ടികൾക്ക് നൽകിയ നല്ല വിജയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, തുടർന്നുള്ള അവരുടെ പഠനത്തെ കർത്താവ് സഹായിക്കണം. ഒരു പഠനത്തിന് തക്കതായ കോഴ്സുകൾ ലഭിക്കാൻ ദൈവമേ വാതിലുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കണം. അവരുടെ അധ്വാനത്തിന് ഫലം കൊടുത്തതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യും. ഈ ദിവസങ്ങളിൽ കർത്താവെ, ഓൺലൈനായിട്ടാണല്ലോ ക്ലാസ്സുകളും മറ്റും എടുക്കുന്നത്. ആ ഓൺലൈൻ ക്ലാസ്സിന് ടീച്ചേഴ്സിനുണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ധാരാളമായി പകരുന്നത് പ്രാർത്ഥിക്കുന്നു. വേണ്ടുന്ന വിശേഷം ജ്ഞാനവും കൃപയും കൊടുക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് നന്നായി ഗ്രഹിപ്പാനുള്ള കൃപ കൊടുക്കുന്നു പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സഭയെ പരിപാലിച്ച ദയക്കായി സ്തോത്രം ചെയ്യും. അവിടുത്തെ സാന്നിധ്യം എപ്പോഴും സഭയിൽ ഉണ്ടായിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു. സഭയിൽ എല്ലാവരും കർത്താവൈക്യത്തോടെ തിരുനാമത്തിനു വേണ്ടി ജീവിക്കാൻ എല്ലാവരെയും സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. പെൺചാച്ചനായി സ്തുതിക്കുന്നു. കുടുംബത്തിനായി സ്തോത്രം. കർത്താവ് കുടുംബത്തിനെ സഹിക്കാൻ സഹായിക്കണം. പ്രത്യേകിച്ച് ദാസന ശുശ്രൂഷ സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുന്നു പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയും ജ്ഞാനവും പരിശുദ്ധാത്മ ശക്തിയും നൽകുന്നു പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ആശീർവദിക്കണ കർത്താവ്. പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങളുടെ കമ്മിറ്റിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ ഇത്രത്തോളം സഹായിച്ച സ്നേഹത്തിനായി സ്തുതിക്കുന്നു. അവരുടെ സേവനങ്ങൾക്കായി സ്തുതിക്കുന്നു. തുടർന്നും വളരെ ഐക്യത്തോട് കർത്താവെ ശുശ്രൂഷയോട് ചേർന്ന് പ്രവർത്തിപ്പാൻ വളരെ കൃപയോടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് സഭയ്ക്ക് നല്ല നേതൃത്വം കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഡയസിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കുജൻ ഡയസിന്റെ പ്രവർത്തനങ്ങളെല്ലാം ആശീർവദിക്കണമേ. ബിഷപ്പിനായി പ്രാർത്ഥിക്കും. കൃപ കൊടുക്കണം. കുടുംബമായി നീ ആശീർവദിക്കണേ കർത്താവെ. ദാസന് വിശേഷമായി ജ്ഞാനം കൊടുക്കണമേ. കൃപ കൊടുക്കും. നന്നായി ഒക്കെ നയിപ്പാനുള്ള കൃപ കൊടുക്കുന്നു പ്രാർത്ഥിക്കുന്നു. എല്ലാ ബോർഡ് മെമ്പേഴ്സിനെ സ്തോത്രം. ഓഫീസ് വെറേഴ്സിനെ സ്തുതിക്കുന്നു. വിവിധ ബോർഡുകളുടെ പ്രവർത്തനത്തിനായി സ്തോത്രം. വളരെ മുന്നേറ്റ നാളുകളിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചുമതലപ്പെട്ടവരെല്ലാവരെയും സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ അച്ഛന്മാർക്കായി പ്രാർത്ഥിക്കും. ഉപദേശന്മാർക്ക് കൊണ്ട് പ്രാർത്ഥിക്കും. സിസ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കും. അവരുടെ വിളിയിൽ ഏറ്റവും വിശ്വസരായിരിക്കും സഹായിക്കുന്നു കർത്താവ്. ഈ ഒരു നാടുകളിൽ അവർ കൂടുന്ന വൻകാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവേ. ഞങ്ങളുടെ രാഷ്ട്രം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും അറിയുന്നുണ്ടല്ലോ. അതിർത്തി പ്രശ്നങ്ങളുണ്ടല്ലോ. ആരോഗ്യ പ്രശ്നത്തിൽ കോവിഡ് മൂലമുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ കർത്താവേ. പലവിധമായിട്ട് രാഷ്ട്രീയ പ്രതിസന്ധികളുണ്ടല്ലോ കർത്താവ്. ഇതെല്ലാം നീ പരിഹരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് കർത്താവ്, ഈ മഹാമാരി ഞങ്ങളുടെ ദേശത്ത് നീങ്ങിപ്പോണെന്ന് പ്രാർത്ഥിക്കും. COVID-19 പ്രശ്നം ലോകവ്യാപകമായുള്ള ഈ ബാധ കർത്താവെ വേഗത്തിൽ നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡ് മൂലം മരിച്ചവരുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. നീ അവരെ കരുതണമേ, ആശ്വസിപ്പിക്കണമേ, അവർക്ക് വഴി കാണിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. രോഗക്കിടക്കിലായിരിക്കുന്ന മക്കളെ ഓർമ്മ കർത്താവെ, പരിപൂർണ്ണ സൗഖ്യം അവർക്ക് ലഭിക്കണമേ. രോഗക്കിടക്ക് മാറ്റിപിടിക്കണം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അവിടെ സേവനം അനുഷ്ഠിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് ഹെൽത്ത് വർക്കേഴ്സ്, വോളണ്ടിയേഴ്സ്, മെഡിക്കൽ സ്റ്റാഫ്, പാരാമെഡിക്കൽ സ്റ്റാഫ് എല്ലാവരും ഓർക്കുന്നു. ദൈവമേ, വളരെ അവർക്ക് കൃപ കൊടുക്കണമേ. അവർ ക്ഷീണിച്ചു പോകാതെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കാൻ സഹായിക്കണം. അവരെയും നീ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റ് പൊളിറ്റീഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സഹായിക്കണം കർത്താവെ. അവരുടെ അധ്വാനത്തിനൊക്കെ ഫലം ഉണ്ടാകണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ രോഗത്തിന് എതിരായ ഒരു നല്ല വാക്സിൻ ഉണ്ടാവാൻ സഹായിക്കണേ. രാജ്യങ്ങളിൽ ഗവേഷണം നടക്കുകയാണല്ലോ. ദൈവം പ്രവർത്തിക്കണമേ കർത്താവെ. തക്ക വാക്സിൻ ഉണ്ടാകും ദൈവം സഹായിക്കണം പ്രാർത്ഥിക്കും. കാലതാമസം വരാതെ വേഗത്തിനുണ്ടാകാൻ സഹായിക്കും. മാത്രമല്ല എൻ്റെ സൗഖ്യത്തിന് ഉതകുന്ന മരുന്നുകളൊക്കെയും ലഭിക്കാൻ സംഗതിയാക്കണം പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്നതായിട്ടുള്ള റിസർച്ചസിനെ ഓർക്കുന്നു കർത്താവ്. വേഗത്തിൽ വാക്സിൻ ലഭിക്കാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകമെമ്പാടുള്ള ഞങ്ങളുടെ സഭകൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയിൽ ശരി ആരാധന ഇപ്പം നടക്കുന്നുണ്ടല്ലോ കർത്താവ്. ആരാധന വേഗത്തിൽ പുനഃസ്ഥാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ഉണർവ് ലോകമെമ്പാടും അയക്കണേ കർത്താവ്. വളരെ അവിടുത്തെ വചനം വേഗത്തിൽ വ്യാപിപ്പാൻ സഹായിക്കണം. സുവിശേഷം സൈലം കേൾക്കാൻ ഇടയാക്കണം. അടുത്ത വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കണേ കർത്താവെ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു മൂലം പ്രാർത്ഥിക്കുന്ന പിതാവേ, ആമേൻ. ദൈവം നമുക്ക് നൽകിയ സകല നന്മകൾക്കും ആത്മീയ അനുഗ്രഹങ്ങൾക്കും നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം.
സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ ആരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്തതിന്റെ വിലമതിച്ച സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങൾ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്നു. അങ്ങനെ ഞങ്ങളുടെ അതരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്നെ സകല കരുണകളെ കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിൽ സകല ബഹുമാനം മഹത്വം കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്റെ കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നുവെന്ന് അവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിക്കുവാനും അവർക്ക് കൃപയും ശക്തിയും ലഭിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് ഈ സമയത്ത് 157-ാമത്തെ ഗീതം പാടാം. ഈ സമയത്ത് ദാനങ്ങളെ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ആത്മസമർപ്പണ പ്രതീകമായി ദൈവദാനങ്ങളിൽ നിന്ന് ഒരു പങ്ക് ദൈവത്തിനോട് കൊടുക്കുവാൻ നമുക്ക് ഈ സമയത്ത് മാറ്റിവെക്കാം. 157-ാമത്തെ ഗീതം. നമ്മുടെ ദാനങ്ങളെയും നമ്മെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും ഉറവിടമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ദാനകരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ ദാനങ്ങളെ നീ സ്വീകരിച്ചതിനെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ദാനം സമർപ്പിച്ച എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും കുടുംബങ്ങളുടെ മേലും അനുഗ്രഹങ്ങളെ പകരണമേ. ദൈവനാമത്തിന്റെ സ്തുതിക്ക് പുകഴ്ചയ്ക്ക് വേണ്ടി ദാനങ്ങളെ ചെലവഴിക്കുവാൻ കർത്താവെ ഞങ്ങളെ യോഗ്യരാക്കണമേ. ദാനങ്ങൾ സമർപ്പിച്ച എല്ലാ മക്കളെയും കുടുംബങ്ങളെയും എന്നും സമൃദ്ധിയോടും അനുഗ്രഹത്തോടും ഈ ഭൂമുഖത്ത് നീ കാത്തുകൊള്ളണമേ. രക്ഷകനായ യേശുവിന്റെ
വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിൽ ഇതുപോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരമൊന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഹൃദയത്തിൽ വിശ്വാസത്തോടെ കർത്താവിന്റെ ആശീർവാദം എന്ന മുദ്ര ഏറ്റുകൊള്ളുവിൻ. ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നമ്മോടും നമ്മുടെ ഭവനങ്ങളോടും പ്രിയപ്പെട്ടവരോടും സകല ലോകത്തിന്റെയും സൗഖ്യത്തോടുകൂടി ഇന്നലെ എന്നതുപോലെ ഇന്നും എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ശുശ്രൂഷയുടെ മംഗളഗാനമായി ഡോക്സോളജിയിൽ 6ാമത്തെ മംഗളഗാനം ചേർന്ന് പാടാം. ഡോക്സോളജി 6. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് കർത്താവേ നിന്നെ ആരാധിച്ചു. അത് നീ സ്വീകരിച്ചത് കൊണ്ട് സ്തോത്രം. അത് നിന്റെ സകല കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹവും നന്മയുമാക്കണം. ദൈവത്തോടും ദൈവാലയത്തോടും ദൈവികമായ കാര്യങ്ങളോടും കൂടുതൽ സമർപ്പിതരായിരിക്കാൻ ഞങ്ങളെ നാഥൻ തുണയ്ക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കും. രക്ഷകനായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളോടുകൂടെയും നമുക്ക്